എന്ത് അത് ഞാൻ മര്യാദ ചോദിച്ചിരുന്നത്, അതുകൊണ്ട് ഇയാള് ഞങ്ങളുടെ ചൂടാവാൻ തുടങ്ങി. നമസ്കാരം. ഇന്നലെ നമ്മൾ എറണാകുളത്ത് ഒരു വീഡിയോ കണ്ടതാണ്. കുറച്ച് ചെറുപ്പക്കാർ ചേർന്നിട്ട് ഒരു സാൻഡ്വിച്ച് കട കയറിയിട്ട് അവർക്ക് വേണ്ട സാൻഡ്വിച്ച് ഓർഡർ ചെയ്യുകയും അത് വന്നപ്പോൾ അവരതിൻ്റെ ക്വാണ്ടിറ്റി ചെക്ക് ചെയ്തപ്പോൾ അതിനകത്ത് ചിക്കനും എല്ലാം കുറവാണെന്നും പറഞ്ഞിട്ട് അവരതിനെ പ്രതികരിക്കുകയുണ്ടായി. ആ കടയിലെ മാനേജർ അവർക്കെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനവും അവരെ കത്തി കൊണ്ട് കുത്താനും ആണ് വന്നിരിക്കുന്നത്. ആ കത്തി എടുത്തുകൊണ്ട് വരുന്ന രംഗങ്ങൾ ആ ദൃശ്യത്തിലുണ്ട്. എന്തിനാണ് എടാ, അവർ പൈസ തന്നിട്ടില്ല കഴിക്കുന്നത്, ക്വാണ്ടിറ്റി കുറവായിട്ടായിരിക്കും അവർ ചോദിച്ചിരിക്കുന്നത്. എന്തിനാണ് നീ അതിന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്? നിനക്ക് നാണമില്ലേ എന്നാണ് ചോദിക്കുന്നത്. കാരണം അവർ ഇന്നലെ കഴിക്കാൻ തുടങ്ങിയതല്ലല്ലോ. എറണാകുളത്തൊക്കെ വന്ന് താമസിക്കുന്ന പഠിക്കുന്ന പിള്ളേരൊക്കെ പുറത്തുനിന്ന് ഹോട്ടലുകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഫുഡുകൾ കഴിക്കാറുള്ളത്. ഞാനും ഏകദേശം 4 വർഷത്തോളം അവിടെ എറണാകുളത്ത് വർക്ക് ചെയ്തൊരു വ്യക്തിയാണ്. അത് നമുക്കും അറിയാവുന്ന കാര്യങ്ങൾ. ഞങ്ങൾ ഹോട്ടലിൽ നിന്നൊക്കെയാണ് ഫുഡ് മേടിച്ച് കഴിക്കാറുള്ളത്. അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഈ പുറത്തുനിന്ന് വരുന്ന ടീമുകളെല്ലാം, അവിടെ പഠിക്കാൻ വരുന്ന ടീമുകളെല്ലാം ഇതേപോലുള്ള ഒന്നീ സാൻഡ്വിച്ചുകളോ അല്ലെങ്കിൽ ഹോട്ടലിൽ ഫുഡുകളോ ഒക്കെയാണ് കൂടുതലും ആശ്രയിക്കാറുള്ളത്. അതിൻ്റെ ഒരു കാരണത്താൽ അവർ സാൻഡ്വിച്ച് കഴിക്കുന്ന പിള്ളേരായിരിക്കാം. അപ്പം അതിനകത്ത് ക്വാണ്ടിറ്റി കുറവ് വന്നപ്പോൾ അവർ ചോദ്യം ചെയ്തിട്ടുണ്ടാവും. അതിന് നീ കത്തി എടുത്തുകൊണ്ട് കുത്താൻ ചെല്ലേണ്ട കാര്യമൊന്നുമില്ല. അവർ പൈസ തന്നിട്ടാണ് കഴിക്കുന്നത്, നിനക്ക് നാണമില്ല എന്നാണ് ചോദിക്കുന്നത്. എന്തായാലും നിന്റെ ജോലിയും തീർച്ചെന്നാണ് ഇപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. പറയാനുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഏത് ഹോട്ടലുകാരായാലും ഈ വന്ന് കഴിക്കുന്നവർ വെറുതെ വന്നിരുന്ന് കഴിക്കുന്നതല്ല, അത് എടുത്തു പറയുകയാണ്. കാരണം അവർ പൈസ തന്നിട്ടാണ്, നിങ്ങൾ പറയുന്ന റേറ്റാണ് തരുന്നത്. നിങ്ങൾ GST ഉൾപ്പെടെയുള്ള റേറ്റ് വെച്ച് നിങ്ങൾ കൊടുക്കുന്ന ബില്ലുകളാണ് അവർ പേ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ക്വാണ്ടിറ്റിക്കകത്ത് കുറവ് വന്നപ്പോൾ അവർ തീർച്ചയായിട്ടും ചോദ്യം ചെയ്തിട്ടുണ്ടാവും. അതിന് നീ കത്തി എടുത്തുകൊണ്ട് കുത്താൻ ചെല്ലുന്നതല്ല, അത് ഒരുമാതിരിയെല്ലാം മറ്റടുത്ത പരിപാടിയാണ് നീ കാണിച്ചത്. അതിന് വേറെ ഭാഷ പറയേണ്ടി വരും. നാണമില്ലേടാ നിനക്ക് ചോദിക്കാൻ? എന്തായാലും ആ ചെറുപ്പക്കാർ അതിനകത്ത് പ്രതികരിക്കുന്നുമുണ്ട്. അതിനകത്ത് കറക്റ്റായിട്ട് പ്രതികരിക്കുന്നുണ്ട്. അതിനകത്തൊരു വനിതാ മാഡം ഒരു ഫോൺ എടുത്ത് കൈ വെച്ചിട്ട്, അതിനകത്തൊരു വനിതാ മാഡം ഒരു വയർലെസ് ഫോൺ എടുത്ത് കൈ വെച്ചിട്ട്, ഇന്ന് അതൊന്ന് താഴെ വെച്ചിട്ട് അവർക്കതൊന്ന് പിടിച്ചു മാറ്റാനുള്ള ഇത് കാണിക്കണ്ടേ? അവർ ഫോൺ കൈ വെച്ചുകൊണ്ടിരിക്കുകയാണ്, വയർലെസ് ഫോൺ കൈ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാവരും കൂടി ഉൾപ്പെടെയാണ് പുറത്തോട്ട് ഇറക്കിയപ്പോൾ അവനെ ബാക്കിൽ നിന്നും ഹോൾഡ് ചെയ്യുകയും ഒരുത്തൻ വന്ന് കത്തി മേടിച്ച് അതിനെ പ്രതികരിക്കുകയും ചെയ്തത്. എന്താണല്ലേ അവിടെ നിന്ന് ഇതിനെക്കുറിച്ച് പ്രതികരിച്ചുകൊണ്ട് ഇവൻ കത്തി എടുത്തുകൊണ്ട് വന്ന സമയത്ത് അവിടെ നിന്ന് ആൾക്കാരൊക്കെ പ്രതികരിക്കുന്നുണ്ട് അതിനകത്ത്. അപ്പം ആ കടയിലെ ആൾക്കാർ പോലും പിടിച്ചു മാറ്റാൻ പോലും പോയിട്ടില്ല. അതിൻ്റെ ഒരു അടിസ്ഥാനം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തെന്ന് വെച്ചാൽ ആ കടയിലെ സ്റ്റാഫുകൾ പോലും ഇവരെതിരെ ശത്രുതയായിരിക്കാം. അവർ മിണ്ടാണ്ട് നിൽക്കുകയാണ്. അതിനകത്ത് ആ വിഷ്വൽസിനകത്തുണ്ട്, പുറത്ത് നിൽക്കുന്ന വിഷ്വൽസിനകത്ത് കറക്റ്റ് അവിടുത്തെ സ്റ്റാഫുകൾ ഒരാൾ പോലും പിടിച്ചു മാറ്റാൻ ചെന്നിട്ടില്ല എന്നുള്ളതാണ്. കാരണം അപ്പം അവർക്ക് മനസ്സിലായിട്ടുണ്ട്, നീ ഇത്രത്തോളം അഹങ്കാരിയായിട്ടുള്ള ഒരുത്തനാണ്, നിനക്കിത് കിട്ടണം, അത് കിട്ടിയേ തന്നെ പറ്റുള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ വെറുതെ കയ്യും കെട്ടി അവിടെ നോക്കിയത്. എന്തായാലും നിനക്ക് കിട്ടേണ്ടതാണെന്നുള്ളത് അവിടുത്തെ കടയിലെ സ്റ്റാഫുകൾ പോലും മനസ്സിലാക്കിയിട്ടുണ്ടാവും. എന്തായാലും നല്ല കാര്യം തന്നെ. അതുകൊണ്ട് അവർ നോക്കി നിന്നതിൽ നീ ഒരു നല്ല സ്റ്റാഫായിരുന്നെങ്കിൽ എന്തായാലും നിനക്കെതിരെ അവരും പ്രതികരിച്ചേനെ. കാരണം നീ അത്രത്തോളം മോശമായതുകൊണ്ട് മാത്രമാണ് അവരും കൈയും കെട്ടി നോക്കിയിരുന്നത്. എന്തായാലും നിനക്ക് 2 കിട്ടട്ടെ എന്നും പറഞ്ഞിട്ട്. നാണമില്ലേടാ? നിന്റെ ജോലിയും പോയെന്ന് അറിഞ്ഞിട്ടുണ്ട്. എന്തായാലും വളരെ നല്ല കാര്യം. എന്തായാലും നിന്നെപ്പോലുള്ള ഒരുത്തനെ ഇതേപോലുള്ള കടകളിൽ വെച്ചിരിക്കുന്നതിനോട് യാതൊരു അർത്ഥവുമില്ല. കാരണം അത് വേസ്റ്റ് തന്നെയാണ്. വരുന്ന കസ്റ്റമറെ നമ്മൾ സേവ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇപ്പം നിന്നെപ്പോലുള്ള മാനേജർമാരെയൊക്കെ ഇതേപോലുള്ള വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തവന്മാരെയൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞിട്ട് പറയേണ്ട ഒരു കാര്യമുണ്ട്. ഈ വരുന്ന കസ്റ്റമറെ വെറുപ്പിച്ച് കഴിഞ്ഞാൽ നാളെ ഈ കസ്റ്റമർ നിന്റെ കടയിൽ കയറും. അതുപോലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കിഴങ്ങനായി പോയല്ലോ എന്നാണ് നമുക്ക് പറയാനുള്ളത്. എന്തായാലും ഏതൊരു സ്ഥാപനം നടത്തിക്കൊണ്ട് വ്യക്തികളായാൽ പോലും നമ്മൾക്ക് കസ്റ്റമറാണ് വലുത്. ആ കസ്റ്റമറെ വെറുപ്പിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരുത്തരെങ്കിലും നിൻ്റെയൊക്കെ കടയിൽ കയറും. എന്തായാലും ആ ഇരുന്ന് കഴിക്കാൻ വന്ന പിള്ളേർക്ക് വീഡിയോ എടുത്തത് കൊണ്ട് നിൻ്റെയൊക്കെ കയ്യിൽ തെളിവുണ്ടായത് കൊണ്ട് അതുകൊണ്ട് നീയൊക്കെ രക്ഷപ്പെട്ടു. അതുകൊണ്ട് വലിയ കാര്യം.